എല്ലാവർക്കും നമസ്കാരം. യാത്രയും വാർത്തയും ഇന്ന് എത്തി നിൽക്കുന്നത് കർണാടകത്തിലെ ഹസൻ ജില്ലയിലെ ശ്രാവണബെളഗോളയിലെ ഗോമതേശ്വര പ്രതിമ കാണാനാണ്. നമുക്ക് ഈ കുന്നിലേക്ക് കയറാം. വലിയ ഇന്ദ്രഗിരി കുന്നിനും ചെറിയ ചന്ദ്രഗിരി കുന്നുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു മനോഹരമായ ടൗൺഷിപ്പാണ് ശ്രാവണബെളഗോള. രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഇത്. വെളുത്ത കുളത്തിലെ സന്യാസി എന്നർത്ഥം വരുന്നതിനാലാണ് ശ്രാവണബെളഗോളയ്ക്ക് ബെളഗോള എന്ന പേർ ലഭിച്ചത്. ബാഹുബലി അഥവാ ഗോമതേശ്വരന്റെ ഭീമാകാരമായ പ്രതിമയുടെ ആദ്യത്തെ മഹാമസ്തിഷ്കാഭിഷേകത്തിന് ഉപയോഗിച്ച പാൽ കൊണ്ട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു വെളുത്ത കുളം ഇന്നും ഇവിടെയുണ്ട്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനും മഹാനായ അശോക ചക്രവർത്തിയുടെ മുത്തച്ഛനുമായ ചന്ദ്രഗുപ്ത മൗര്യരുടെ BC 297 മുതൽക്കാണ് ഇതിൻ്റെ പഴക്കം ആരംഭിക്കുന്നത്. അദ്ദേഹം തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് ഇവിടെ എത്തി തൻ്റെ ഗുരുവായ ഭഗവാൻ ഭദ്രബാഹു സ്വാമിയോടൊപ്പം ജൈന സന്യാസിയായി. അദ്ദേഹം ഏകാന്ത ജീവിതം നയിക്കുകയും ചന്ദ്രഗിരി കുന്നിൽ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ കുന്നിനിട്ടിരിക്കുന്നത്. കാലക്രമേണ ഭദ്രബാഹു സ്വാമി തൻ്റെ ശിഷ്യന്മാരുടെ സഹായത്തോടെ തെക്കൻ പ്രദേശങ്ങളിൽ ജൈന വിശ്വാസം പ്രചരിപ്പിച്ചു. കുന്നിൻ മുകളിലുള്ള പുണ്യക്ഷേത്രത്തിലേക്ക് പാറക്കെട്ടുകൾ വെട്ടിനിർമ്മിച്ച 641 പടികൾ കയറിയാണ് എത്തിച്ചേരേണ്ടത്. വളരെ കുത്തനെയുള്ള കയറ്റമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിലെത്താൻ ഒരു ഡോളിയോ കസേരയോ വാടകയ്ക്കെടുക്കുവാനും കഴിയും. മുകളിലേക്കുള്ള വഴിയിൽ നിരവധി ജൈന മഠങ്ങളുണ്ട്. ഹൊയ്സാല കാലഘട്ടത്തിലെ ഒഡെങ്കൽ ബസ്തി ഗോമതേശ്വര ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ആദ്യമായി കാണപ്പെടുന്ന പ്രധാന ഘടനയാണ്. ഇതിൽ 3 ജൈന ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്നു. പ്രധാന ക്ഷേത്രം ആദ്യത്തെ ജൈന തീർത്ഥാടകനായ ശ്രീ ആദിനാഥിന് സമർപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടതും വലതും വശങ്ങളിലായി 16ാമത്തെ ജൈന തീർത്ഥാടകനായ ശാന്തിനാഥിൻ്റെ 22ാമത്തെ തീർത്ഥാടകനായ ശ്രീ നോമിനാഥിൻ്റെയും ആരാധനാലയങ്ങളുണ്ട്. ബാഹുബലിയുടെ ഭീമാകാരമായ പ്രതിമയ്ക്കു പുറമെ നിരവധി ജൈനമഠം, പുരാതന സ്മാരകങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. വിദ്യാഗിരിയിലെയും ചന്ദ്രഗിരി കുന്നിലെയും സ്മാരകങ്ങൾ ഗംഗാഖന്മാരുടെ ഹൊയ്സാലക്കാരുടെയും കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വാസ്തുവിദ്യ വൈവിധ്യത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ജൈനമത തീർത്ഥാടകർ മാത്രമല്ല മറ്റു വിശ്വാസികളും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഗംഭീരമായ ഗോമതേശ്വർ പ്രതിമയുടെ കാഴ്ചകളേക്കാൾ മനോഹരവും ശാന്തവും അതിശയകരവുമായ സ്ഥലമാണിവിടം. 470 അടി ഉയരമുള്ള ഇന്ദ്രഗിരി കുന്നിന് മുകളിലുള്ള ക്ഷേത്രം ആദ്യത്തെ ജൈന തീർത്ഥാടകനായ ഋഷഭദേവന്റെ മകനായ ഗോമതേശ്വരൻ അഥവാ ബാഹുബലിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിലാരൂപമായി കണക്കാക്കപ്പെടുന്ന ജൈനമുനി ഗോമതേശ്വരന്റെ 58 അടി 8 ഇഞ്ച് ഉയരമുള്ള ഭീമാകാരമായ പ്രതിമ ലോക പ്രശസ്തമാണ്.
ക്ഷേത്രമുറ്റത്തിന്റെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മനോഹരമായി കൊത്തിയെടുത്ത പ്രതിമ AD 981 ശില്പിയായ അരിസ്റ്റമിനി ഒരു കരിങ്കലിൽ നിന്നാണ് കൊത്തിയെടുത്തത്. AD 983 ഗംഗാരാജാവായ രാജമല്ല നാലാമന്റെ ശക്തനായ മന്ത്രിയായിരുന്ന ചാമുണ്ഡരായൻ സ്ഥാപിച്ചു. പട്ടണത്തെ അഭിമുഖീകരിക്കുന്ന ശ്രദ്ധേയമായ ഈ സ്ഥലം 20 കിലോമീറ്റർ അകലെ നിന്ന് വരെ ദൃശ്യമാകും. 1000-ലേറെ വർഷങ്ങളായി പ്രകൃതിയുടെ വ്യതിയാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണിത്. ശുദ്ധവും സുഖവുമായ വരകളുടെയും ലളിതമായ ചാരുതയുടെയും ഈ മഹത്തായ മാസ്റ്റർ പീസ് തീർച്ചയായും ജൈനകലയുടെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ്. കൂടാതെ ശില്പകലയുടെ മേഖലയിൽ പുരാതന കർണാടകയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നുമാണ്. കയോത്സർഗ എന്നറിയപ്പെടുന്ന ധ്യാനത്തിന്റെ സ്ഥാനത്ത് ഈ പ്രതിമ നിവർന്നു നിൽക്കുന്നു. ഇത് പൂർണ്ണമായി ആത്മനിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ നഗ്നത ലൈംഗിക കാര്യങ്ങളുടെ പൂർണ്ണമായ ത്യാഗത്തെ സൂചിപ്പിക്കുന്നു. കണ്ണുകൾ തുറന്ന് ലോകത്തെ നിസ്സംഗതയോടെ നോക്കുന്നു. ശാന്തമായ പുഞ്ചിരിയോടെ മനോഹരമായി കൊത്തിയെടുത്ത മുഖഭാവങ്ങൾ ശാന്തമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. 26 അടി വീതിയുള്ള തോളുകളും നേരെ താഴേക്ക് നീണ്ടു നിൽക്കുന്ന കൈകളുമാണ് ഈ പ്രതിമയ്ക്കുള്ളത്. ഭീമാകാരമായ പ്രതിമയ്ക്ക് തുടകളിൽ നിന്ന് മുകളിലേക്ക് താങ്ങില്ല. പശ്ചാത്തലത്തിൽ വളരുന്ന ഒരു ഉറുമ്പുകുന്നും അതിൽ നിന്ന് പുറത്തുവരുന്ന വള്ളിച്ചെടികളും പാമ്പും വളരെ കാലം ഭഗവാൻ ആഴമായി തപസ്സിൽ ആയിരുന്നതായി ചിത്രീകരിക്കുന്നു. മനോഹരമായി കൊത്തിയെടുത്ത താമരപ്പൂവിൽ നിൽക്കുന്ന ചിത്രം കാണിച്ചിരിക്കുന്നു. ഇത് പ്രതിമ സ്ഥാപിക്കുന്നതിൽ പൂർണ്ണത കൈവരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. വിവിധ ജൈന തീർത്ഥാടകന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു ഗ്യാലറിയാൽ ചുറ്റപ്പെട്ട മുറ്റത്തിന്റെ മധ്യത്തിൽ കൃപയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ ഗോമതേശ്വര ഭഗവാന്റെ മനോഹരമായി കൊത്തിയെടുത്ത പ്രതിമയുണ്ട്. ശ്രാവണ ബലഗോളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ബാഹുബലിയുടെ ശിരസിൽ അഭിഷേകം ചെയ്യുന്ന മഹാമസ്താഭിഷേകം. ഗ്രന്ഥസ്ഥാനങ്ങളുടെ ചില സംയോജനങ്ങൾക്കനുസരിച്ച് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹത്തായ മതപരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനും നിർവഹിക്കാനും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ ഒത്തുകൂടുന്നു. ഇത് ഭഗവാന്റെ മഹാവിജയത്തെ സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ വലിയ പാറകൾ കുന്നിൻ മുകളിൽ ഏതു നിമിഷവും നിലംപൊത്താറായ നിലയിൽ വർഷങ്ങളായി നിൽക്കുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ്. ഒരു ഗുഹക്കുള്ളിൽ എന്നതുപോലെ കൂറ്റൻ പാറക്കെട്ടിനിടയിലൂടെ സന്ദർശകർ കടന്നു പോകുന്നുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള ശില്പകലയുടെ അത്ഭുതം കാണാൻ മലയാളികളും എത്താറുണ്ട്. അതിമനോഹരമായ ജൈനമതത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ശ്രാവണ ബലഗോള. മറ്റൊരു യാത്രയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.